എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണം അല്ലേ? നമുക്ക് എല്ലായിടത്തേക്കും ഇപ്പോൾ അത്യാവശ്യത്തിന് മഴയൊക്കെ പെയ്തു. അത്യാവശ്യമല്ല, ഒത്തിരി അങ്ങ് പെയ്തില്ല, എന്നാലും മിക്കയിടങ്ങളിലേക്കും പെയ്തു എന്ന് തോന്നണം അല്ലേ? ഇങ്ങോട്ടും പെയ്തു കേട്ടോ. ലാസ്റ്റായിരുന്നു ഇങ്ങോട്ടും പെയ്തത്. എന്നാലും ഒത്തിരി അടിച്ചു പൊളിച്ചങ്ങ് പെയ്തില്ല, എന്നാലും അങ്ങ് പെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഒത്തിരി വിശേഷങ്ങളുള്ള ദിവസമാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ എല്ലായിടത്തും കാപ്പിപ്പൂവൊക്കെ വിരിഞ്ഞ സമയമല്ലേ? നല്ല സ്മെല്ലും ഉണ്ട്. തേനീച്ച നന്നായിട്ട്, നല്ല തേനീച്ചയുടെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് കാട്ടിയതായിരുന്നു. നല്ല ഇങ്ങനെ തേനീച്ച, ഞാൻ ഇത് വീഡിയോയിൽ കണ്ടില്ലേ നിങ്ങൾ? തേനീച്ച ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റില്ല, നമ്മുടെ ചീവീട് സമ്മതിക്കണില്ല കേട്ടോ. അത് ഞാൻ എടുക്കുമ്പോഴത്തേക്കും ചീവീട് കേൾപ്പിക്കുവാണേ. നമ്മുടെ പൊന്നൂസ് ഇന്ന് ആദ്യമായിട്ട് അംഗൻവാടി പോകാൻ ഇഷ്ടമാണോ നിൽക്കുന്ന സമയമാണേ. അതെയോ? എന്നാൽ പോയാലോ? മൂന്ന് വയസ്സ് പൂർത്തിയായില്ലേ? അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അംഗൻവാടി വിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്തേക്ക് നിന്ന് പിരിയാനൊക്കെ മടിയായിരിക്കുമല്ലോ എന്ന് ഓർത്തെന്നാൽ കൊണ്ടുവിടാമെന്ന് വെച്ചാണ്. അപ്പോൾ ബാഗ് വേണമെന്ന് പറഞ്ഞു. എല്ലാ പിള്ളേർക്കും ബാഗൊക്കെ കാണും. ബാഗ് വേണം അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ബാഗൊക്കെ തൂക്കിയതേ പോണേ കേട്ടോ. അംഗൻവാടിയുടെ അവിടം വരെ എത്തിയപ്പോഴത്തേക്കും എന്താ പുള്ളിക്കാരി ഓടണിയാണേ. ഞാൻ അമൃതം പൊടിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇവിടെ കൊണ്ടുപോകാറുണ്ട്. അവളെ കൂടെ കൂട്ടിയേ പോകാറുള്ളത്. അപ്പോൾ പരിചയമുണ്ട് ടീച്ചറിനെ. പിള്ളേരെയൊക്കെ അവിടെ കളിക്കണതും എല്ലാം അവൾ കാണാറുള്ളതാണേ. ടീച്ചർ അവിടെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ അവൾ ഇരുന്നേ. പക്ഷെ അപ്പം തന്നെ എൻ്റെ അടുത്തേക്ക് വേഗം സങ്കടപ്പെട്ട് ഓടി വന്നേ. സങ്കടം മാറാനായിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നേ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഒരു ചെറിയ മഴയൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് നമ്മുടെ ഈ വളം വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായിരുന്നു. അത് ചീത്തയായി കട്ടയായി പോയാലോ എന്ന് ഓർത്ത് ഞാനെന്നാൽ ഒരു മഴയൊക്കെ കിട്ടിയില്ലേ. നല്ല മഴയല്ലായിരുന്നു കേട്ടോ. മണ്ണങ്ങ് ശരിക്കും തണുക്കാറായില്ല. എന്നാലും ഇത് കൊക്കോയ്ക്കുള്ള വളമാണ്, ജൈവവളം വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ അതങ്ങ് ഇട്ടേക്കാമെന്ന് കരുതി ഞാനൊന്ന് ഒരു പാത്രത്തിലെടുക്കാം. അല്ലെങ്കിൽ പൊന്നൂസിൻ്റെ കൂടെ പൊന്നൂസിനെ നോക്കി വീട്ടിലിരിക്കണമായിരുന്നല്ലോ. ഇത് പൊന്നൂസിനെ അംഗൻവാടി വിട്ടുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ടല്ലോ. അപ്പോൾ അതേ ചേട്ടായുടെ കൂടെ ഒന്ന് കൂടുവാണെങ്കിൽ ഒരു ഹെൽപ്പ് ആവുമല്ലോ. ചേട്ടായി പെട്ടെന്ന് കൊക്കോയുടെ ചുവട്ടിലുള്ള കരിയിലെല്ലാം മാറ്റും. ഞാൻ അന്നേരത്തേക്ക് വളം ഇട്ട് പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പണിയും തീരും, എളുപ്പമാവുമല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വളം ഇടാൻ മാത്രമൊന്നും മഴയുള്ള പെയ്തൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മളുടെ വളം കട്ടയായി പോവാറായി. അപ്പോൾ അത് കട്ടയായി പോണതിന് മുമ്പ് ഒന്ന് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ഇന്ന് ചേട്ടായിക്ക് ഫ്രീ ഉള്ള ഡേയുമായിരുന്നു. അതുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കണയാണേ. വളമിട്ട ശേഷം ചൂട് തെളിച്ചത് ഒന്നോടൊക്കെ നമുക്ക് അരിയിലിട്ട് മൂടും അങ്ങോട്ട് ചെയ്യണ്ട കേട്ടോ. കാരണം ഇനി മഴ പെയ്യാണ്ട് നന്നായിട്ട് വെയിൽ തെളിഞ്ഞാൽ അതിൻ്റെ ചോടൊക്കെ ഉണക്ക് പറ്റില്ലേ. ഇന്ന് ചേട്ടായി ഇങ്ങോട്ട് ഹെൽപ്പിനുള്ളതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. ചേട്ടായി വേഗം ചൂട് തെളിച്ച് പോകുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വളം ഇട്ട് പോയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പണിയെല്ലാം തീർക്കാൻ പറ്റിയേ. അപ്പോൾ അതേ ഇടയിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 2 മുരിങ്ങയുടെ കമ്പൊക്കെ കിട്ടിയിട്ടോ. അതൊന്ന് കുഴിച്ച് വെക്കാൻ വേണ്ടി കുഴുത്തണേ. അപ്പം ഞാൻ ഈ നടുന്നോടത്തൊക്കെ നല്ല ചോലയുണ്ട് കേട്ടോ. എന്നാലും ഞാൻ മുരിങ്ങാക്കോല് പ്രതീക്ഷിച്ചല്ല, ഉണ്ടായെങ്കിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഇലയെങ്കിലും എടുക്കാമല്ലോ. നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും നല്ല ഇല കേട്ടോ മുരിങ്ങ ഇല എന്ന് പറയണേ. അതൊക്കെ ഇച്ചിരി തോരനുണ്ടാക്കിയോ അതോ അല്ലെങ്കിൽ മുട്ടയിലിട്ട് കൊടുക്കുമോ, അതൊക്കെ നമ്മുടെ മക്കളുടെ ശരീരത്തിനൊക്കെ നല്ല ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റൊക്കെ കൂട്ടാനും അങ്ങനെയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ആ കമ്പൊക്കെ കുത്തിയിട്ട് ചോട്ടിലൊന്ന് കുറച്ച് ചപ്പ് ഇടണേ.
ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് പണി ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് പൊന്നൂസ് ഇല്ലാത്ത ദിവസമല്ല, അംഗൻവാടി പോയിക്കൊല്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ പൊന്നൂസ് എൻ്റെ കൂടെ എല്ലായിടത്തും വരുവേ. അപ്പോൾ അതാ ഇതൊക്കെ നല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിയടിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പൊന്നൂസ് ഉള്ളതുകൊണ്ട് അങ്ങ് ആ പണികൾ നീക്കി മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് തീർത്തെടുത്തില്ലെങ്കിൽ ഇനി നാളെ എന്താ അവൾ പറയണേ, പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ചെയ്ത് പറക്കി വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ഇവിടെയൊക്കെ നമ്മുടെ തക്കാളിയും ചതുരപ്പയറൊക്കെ നിന്നതാട്ടോ, എല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി തെളിച്ച് മാറ്റി എടുക്കുവാണെങ്കിലേ ഇനി നല്ല മഴയൊക്കെ ആകുമ്പോഴത്തേക്കും, അത്യാവശ്യം മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ തണുക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ പയറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചീനിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യത്തിന് കുഴിച്ചിടാമല്ലോ. അതിന് വേണ്ടി ഒന്ന് തെളിച്ചെടുക്കണേ. ഞാൻ ഏകദേശം ഒരു 12-1 മണി സമയത്താട്ടോ ഇവിടെ ഇതൊന്ന് തെളിച്ചെടുക്കാൻ ഇറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒരു മഴയൊക്കെ പെയ്ത, എന്നാലും യാതൊരു ഇതുമില്ല. ഭയങ്കര ചൂടാട്ടോ, കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊള്ളുക, നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുമേ. ആ സമയത്തായിട്ടായിരിക്കും, എന്നാലും എൻ്റെ ആവശ്യം കൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇറങ്ങിയത് കേട്ടോ. നമ്മുടെ ചതുരപ്പയറിന് കയറാനുള്ള കൊന്നക്കാലൊക്കെ ആയിരുന്നു കേട്ടോ. കൊന്നക്കാൽ നാട്ടി വെച്ചതൊക്കെ നന്നായിട്ട് വേറെ ഉറച്ച് പോയായിരുന്നു. അതൊക്കെ ഞാനൊന്ന് പറിച്ച് മാറ്റി. പിന്നെ ഒടിഞ്ഞു കിടന്നൊക്കെ അതും ഒന്ന് വെട്ടി മാറ്റി കളഞ്ഞു. നമ്മുടെ ആ മുറ്റത്തിട്ട വല മൊത്തം കീറിപ്പോയായിരുന്നു. നമ്മുടെ ചതുരപ്പയറിൻ്റെ ഉണങ്ങിയ തണ്ടും എല്ലാം വലയൊക്കെ ഫുള്ള് കീറിയായിരിക്കണേ. അതൊക്കെ കയറി പയറും കോവലോ എല്ലാം അങ്ങ് കയറിയേക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കെട്ടാമെന്ന് കരുതിയാണ് അതൊന്ന് ക്ലീൻ ആ സൈഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക കേട്ടോ. മക്കളുടെ സൗണ്ട് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിക്കൂലേ. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യണേ ഈവനിങ്ങിലാട്ടോ. അപ്പോൾ അവർ ഇരുന്ന് കളിക്കണയാണ്. അപ്പോൾ അതാട്ടോ സൗണ്ട് പിള്ളേരുടെ കേൾക്കണത്. ഇനി വേഷം മാറിയ ഒരാൾ മാറാട്ടല്ലേ. കാരണം എന്താണെന്നറിയോ, ഇത് കഴിഞ്ഞ് പൊന്നൂനെ വിളിക്കാൻ പോയി. അപ്പോൾ പൊന്നൂനെ വിളിച്ചിട്ട് വന്ന് പൊന്നൂനെ ഉറക്കി കഴിഞ്ഞാണ് അടുത്ത പരിപാടിയെ. അപ്പോൾ പിന്നെ മറ്റേ ഡ്രസ്സ് എന്ന് പറയണത് നമ്മൾ വളമൊക്കെ ഇട്ട് ആകപ്പാടെ അഴുക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് മാറിയതാട്ടോ. നമ്മുടെ പഴയ കീറിയ വലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പുതിയ വല കെട്ടി കൊടുക്കാൻ ശ്രമിക്കണേ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞരപ്പിരാന്ന് വലിച്ചൊക്കെ കെട്ടി ഒരുമാതിരി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മണ്ണ് തണക്കുമ്പോഴത്തേക്കും പയറോ പാവലോ അങ്ങനെ എന്തെങ്കിലും ചതുരപ്പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട് കയറ്റി വിടാൻ വേണ്ടിയാണ് ഇതൊന്ന് കെട്ടി വെക്കണേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം.